വ്യൂവേഴ്സ്, വെൽക്കം ടു ചായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഏറ്റവും പാടുള്ളൊരു സെക്ഷൻ എന്ന് നമ്മളെല്ലാവരും പറയുന്ന ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്ലൗസൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവിടെ ഇവിടെയും കയറിയും അതൊരു കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടേണ്ട സംഭവമാണ് അല്ലേ, ചുരിദാറൊന്നും പോലെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു 36 സൈസിലുള്ള ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് 36 എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 36 നമ്മൾ അങ്ങനെയല്ലല്ലോ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് നമ്മൾ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് 36 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അല്ലേ, എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവിടെ തന്നെ ചെസ്റ്റിന് തന്നെ ഒരു ഇക്വേഷനായിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, എന്നാലും ഞാനതൊന്ന് തുടക്കം മുതലേ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുക്കുക, ചെസ്റ്റ് ബൈ 4. അപ്പോൾ ചെസ്റ്റ് ബൈ 4 എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് 36 ഇപ്പോൾ നമ്മളിവിടെ എടുത്തത്. അപ്പോൾ 36/4 36/4 എന്ന് പറയുമ്പോൾ 9 അല്ലേ. അപ്പോൾ നമ്മളത് ആ ഇക്വേഷനിലോട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എഴുതുകയാണ് 36/4 9. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എന്താ വേണ്ടത്, സീം എലവൻസും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ സീം എലവൻസ് ഒരു എക്സ്ട്രാ 1 1.5 ഒക്കെ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്, അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇക്വേഷൻ ഫസ്റ്റത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ചെസ്റ്റാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ ചെസ്റ്റിൻ്റെ ആയിരുന്നു, അത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ബ്ലൗസിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ ദേ ഷോൾഡറിന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് കണ്ടുപിടിച്ചു. അടുത്തത് ഷോൾഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. അതാണ് ഷോൾഡറിൻ്റെ ഇക്വേഷൻ കേട്ടോ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മാത്രമായിട്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതി നോട്ടൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ചെസ്റ്റ് ബൈ 6 നമുക്കതൊന്ന് എഴുതി നോക്കാം. 36/6. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക, 6 അല്ലേ. 36/6 6ആണ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 36 ആണല്ലോ ചെസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചെസ്റ്റിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാനൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ചെസ്റ്റ് ഇപ്പോൾ നമ്മളൊരു 34 എടുക്കുകയാണെന്ന് വിചാരിക്കാം. 34 എക്സാമ്പിളാണ് കേട്ടോ. 34 എടുക്കുകയാണ്. 34/6. അപ്പോൾ എത്രയാണ്, നമുക്കൊരു 5.66 ആണ് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഒരു 5.5 എടുത്താലും മതിയായിരിക്കും റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് കണ്ടുപിടിച്ചു, ഷോൾഡർ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഫുൾ ലെങ്ത് ആണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി കൊടുക്കാം. ഫുൾ ലെങ്ത് എഴുതി കൊടുക്കാവേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാം ഞാൻ ഇക്വേഷനായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്ത് മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇക്വേഷനായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ അളവ് നോക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഫുൾ ലെങ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്തിന് ഒരു ഇക്വേഷനുണ്ട്, അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 4. ഇതാണ് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് 36 തന്നെ എടുത്തിട്ട് ചെയ്യാം അല്ലേ. 36 തന്നെ മതിയല്ലോ. അപ്പം ചെസ്റ്റ് 36 നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 + 4, അതായത് ചെസ്റ്റ് 36 ഡിവൈഡഡ് ബൈ 4 + 4, അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9 + 4 അല്ലേ. 36/4 എന്ന് പറയുമ്പോൾ 9 ആണ്, +4. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 13 കിട്ടും. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് എത്ര എടുക്കേണ്ടത്, 13 ആണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർഡർ കിട്ടുവാണ്, ചെസ്റ്റ് അളവ് മാത്രമേ ആൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഫുൾ മെഷർമെൻറ്റ്സ് ഇതേപോലത്തെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ അതേപോലെയൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ വീഡിയോ. അങ്ങനെ നമ്മൾ ചെസ്റ്റും ഷോൾഡറും ഫുൾ ലെങ്തും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെക്കിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് നെക്കിൻ്റെ പോർഷനാണ്. നെക്കിൻ്റെ വിഡ്ത്താണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി കൊടുക്കാം, നെക്ക് വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനുണ്ട്, നെക്ക് വിഡ്ത്ത് = ഷോൾഡർ ബൈ 2. അതാണ് നെക്ക് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടെ എഴുതി കൊടുക്കുവാണ്. ഇപ്പോൾ ഷോൾഡർ നമുക്കൊരു 7 ആയിട്ട് എടുക്കാം. ഇക്വേഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു വാല്യൂ പറയുവാണ്. ഷോൾഡർ 7 ആയിട്ട് എടുക്കുവാണ്.
അപ്പോൾ 7/2 എന്ന് വരും അല്ലേ. ഞാൻ ചുമ്മാ എടുക്കുകയാണ് കേട്ടോ ഒരു വാല്യൂ. ഷോൾഡർ ഇപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ 7/2. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 3.5 അല്ലേ. 7/2 എന്ന് പറയുമ്പോൾ 3.5 ആണ് നമുക്ക് നെക്ക് വിഡ്ത്ത് കിട്ടുന്നത്. ഈ 7 നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ഷോൾഡർ ആണ് കേട്ടോ. ഫുൾ ഷോൾഡർ അല്ല, ഹാഫ് ഷോൾഡറിൻ്റെ അളവാണ് എന്നുണ്ടെങ്കിൽ 7/2. ഹാഫ് ഷോൾഡർ 7 ആണ്, അപ്പോൾ 7/2 കേട്ടോ. അതൊന്നും പ്രത്യേകം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് ബാക്ക് നെക്കിൻ്റെ ഡെപ്താണ് കേട്ടോ. നെക്ക് വിഡ്ത്ത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത്, ഇറക്കം. അതായത് ഡെപ്ത്ത് ഇറക്കം അറിയാമല്ലോ. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്താണ്. ഓക്കെ, ഇനി അതിനൊരു ഇക്വേഷനുണ്ട്. ഇക്വേഷനാണ് സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് കേട്ടോ. ഫുൾ ലെങ്ത് -5. അതാണ് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഫുൾ ലെങ്ത് നമ്മൾ ഫുൾ ലെങ്ത് നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതേപോലെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ ലെങ്ത് -5. അപ്പോൾ ഞാനൊരു 14 ഫുൾ ലെങ്ത് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. -5 ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചസാണ് കിട്ടുന്നത്. 14 ഇഞ്ച് ഇറക്കം ഉള്ള ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്താണ് 14 - 5 = 9 ഇഞ്ചസ്. ഇപ്പോൾ നമ്മൾ 5 മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് എഴുതിയത്. ഇനിയും ഒരുപാട് മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കൂടെ ബ്ലൗസിനുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും വെച്ചൊരു ബ്ലൗസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ബാലൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ഇട്ടേക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ പാർട്ട് 2 കണ്ടേക്കണേ. അത്രയേ ഉള്ളൂ. ടാറ്റാ.